ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. തമോഗ്നം ഇരുട്ടിനെ അകറ്റുന്ന, സർവപാപഘ്നം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, കാശ്യപേയം കശ്യപകുലത്തിൽ ജനിച്ച മഹാദ്യുതി അങ്ങേയറ്റം പ്രഭാവത്തോടു കൂടിയ ആദിത്യനെ ഭഗവാനെ ഞാനിതാ പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആദിത്യൻ്റെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ച ചെയ്യുന്നു ആദിത്യൻ്റെ കുംഭ രാശിയിലേക്കുള്ള സംക്രമം. എന്നാണ് കുംഭത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. 1201 കുംഭമാസം 1-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 4:05 AM ആ സമയത്തോടു കൂടെയാണ് കുംഭരവി സംക്രമം നടക്കുന്നത്. ഇവിടെ സൂര്യൻ പ്രവേശിക്കുന്നത് ഉത്തരായനത്തിലാണ്. മകരമാസം ഉത്തരായനം ആരംഭിച്ചു. പക്ഷെ മകരവും കുംഭവും സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് തൻ്റെ പുത്രനായ ശനി. ശത്രു മന്ദസിതൗ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ള ശ്ലോകം തന്നെ. അതിൻ്റെ ആരംഭം അങ്ങനെയാണ്: ശത്രു മന്ത്രസിതോ സമശശിസുതോ മിത്രാണി ശേഷാരവേഹേ. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ പരമശത്രുവാണ് സ്വന്തം പുത്രനായ ശനിയും പിന്നെ ശുക്രനും. ഛായാമാർത്താണ്ഡ സംഭൂതം, സൂര്യൻ്റെ ഛായയിൽ നിന്നും ജനിച്ച ഗ്രഹമാണ് ശനി. പക്ഷെ ശനി ആ ദൃഷ്ടി ജനിച്ച ഉടനെ സൂര്യനെ നോക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി. പിന്നെ അദ്ദേഹം സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല. ഏതായാലും ഇവിടെ ശത്രുക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കുംഭത്തിൽ എപ്രകാരം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു മാസക്കാലമാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ ഒരു മാസക്കാലം എപ്രകാരമായിരിക്കും? കുംഭം രാശിക്ക് 2 പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കുംഭത്തിന് ഹൃദ്രോഗം എന്നൊരു പേരുള്ള രാശിയാണ് കുംഭൻ. ഹൃദ്രോഗം ആ രാശി ഉണ്ടാക്കുന്ന 2 രോഗങ്ങളാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മറ്റൊന്നെന്താണ്? ബധിരത്വം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതിനാൽ ഹൃദയത്തിൻ്റെ കാരകനാണ് സൂര്യൻ. അസ്ഥിയുടെയും ഹൃദയത്തിൻ്റെയും കാരകനാണ്. ഹൃദ്രോഗം ചിന്തിക്കണമെങ്കിൽ സൂര്യൻ ദുർബലമായിട്ട് ജാതകത്തിൽ വേണം. 10-ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസ്, അദ്ദേഹം വലിയ കാർഡിയോളജിസ്റ്റാവും, ഹൃദ്രോഗ വിദഗ്ധനാവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ. എത്രയോ ജാതകങ്ങൾ ഞാൻ നിർണയിച്ചിട്ടുണ്ട് അപ്രകാരം. ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിലെ സൂര്യൻ്റെ ആശ്രയ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ദുഃഖാർത്തോ വിദനഃ അടനഃ അനിർദരതിഹി തീഷ്ണശ്ച കുംഭേ സ്ഥിതൗ. കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ദുഃഖാർത്ഥ, ദുഃഖത്താൽ ആർത്തനാകും. ദുഃഖേനാർത്ഥ ദുഃഖാർത്ഥ, ദുഃഖത്താൽ പീഡിതനാകും. വിധനഃ വിഗതം ധനം യസ്യ സഹ, ധനം മുഴുവൻ കൈവിട്ടു പോകും. ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അടനഃ അടതീതി അടനഃ, പരിഭ്രമണശീലം ഉണ്ടാകും, കറങ്ങി തിരിക്കാൻ വളരെ ഇഷ്ടപ്പെടും. അനിർദരതിഹി, അനിർദത്തിൽ രതിയുണ്ടാകും. ഋതം സത്യമാണ്. അസന്മാർഗികമായ രീതിയിലൊക്കെ, അസത്യസന്ധമായ രീതിയിലൊക്കെ സഞ്ചരിക്കും. അനിർദരതിഹി, അങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകും. തീഷ്ണശ്ച, സ്വഭാവത്തിൽ തീഷ്ണത പുലർത്തും. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള സൂര്യൻ്റെ ആശ്രയഫലം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്രകാരം ചിങ്ങൻ രാശിയിലാണെങ്കിൽ സവിസ്തരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മാരാർജിയിലേക്ക് സ്വാഗതം.
കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും ശക്തമായ 10ാം ഭാവത്തിലാണ്, കർമ്മസ്ഥാനത്താണ്. 10ാം ഭാവത്തിൽ സൂര്യൻ ദിഗ്ബലവാനാണ്. സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ്? സൂര്യൻ 4ാം ഭാവത്തിൻ്റെ അധിപനാണ്. കർക്കിടകം രാശിക്കാരുടെ 4ാം ഭാവമാകുന്നു ചിങ്ങം. ആ ചിങ്ങത്തിൻ്റെ അധിപനാണ് 4th ഹൗസ്. എന്താണ് 4ാം ഭാവം? മാതാ സുഹൃത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ലാളിത്യം അംഭശാനഞ്ച വൃദ്ധിർ പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്. തൻ്റെ ജനിച്ച വീട്, നാൽക്കാലികൾ, അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, തൻ്റെ വിശാലമായ കൃഷിഭൂമി, തൻ്റെ വാഹനം, ആഡംബരങ്ങളൊക്കെ ചിന്തിക്കണം 4ാം ഭാവം കൊണ്ട്. ഇവിടെ 4ാം ഭാവാധിപനായ സൂര്യൻ ആ ഭാവത്തിലേക്ക് നോക്കുന്നു, വളരെ നല്ലതാണ്. അതിനാൽ വീട് നിർമ്മാണം, വീടിൻ്റെ കുറ്റിയടിക്കുക, വാസ്തുസംബന്ധമായ കർമ്മങ്ങൾ ചെയ്യുക, വാഹനം വാങ്ങുക, ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കണം. രാത്രി രാശിയാണ്, അതിനാൽ രാത്രി യാത്രയിൽ അപകടങ്ങൾ വരാം. അസമയത്തുള്ള യാത്ര വേണ്ട. കർമ്മമേഖലയിൽ വളരെയധികം ഉണർവ് വരും. പക്ഷേ മേഖലകളിൽ അനാവശ്യമായ തർക്കങ്ങളൊക്കെ വരാം. പാപഗ്രഹമാണ് സൂര്യൻ. പാപയെ കർമ്മഗതയെ കർമ്മവിഹിതി, തൻ്റെ കർമ്മത്തിന് മുടക്കമുണ്ടാക്കാം, ദുഷ്കീർത്തി ഉണ്ടാക്കാം, ആജ്ഞാക്ഷതി, തൻ്റെ ആശ, കമാൻഡ്, ശ്രദ്ധിക്കേണ്ട കീഴ്ജീവനക്കാർ തന്നെ അനുസരിക്കാതെ തനിക്ക് പാരപണിയും. ദാസാലംബനയോഹോ വിനാശനമാണ്. തൊഴിലാളികൾ, തൻ്റെ ഭൃത്യന്മാർ, അവർക്ക് തന്നെ ആശ്രയിക്കുന്നവർക്ക്, ദാസന്മാർക്ക് നാശമുണ്ടാകും. അവർക്ക് ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. ജാനുരുക് പ്രോഷണം, തുടകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്ക് അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ഇവിടെ ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാരം, ആദിത്യ ഹൃദയം, മന്ത്രപഠനവും വളരെ അനുകൂലമായി വരും. നന്ദി, നമസ്തേ.